ഹായ് ഓൾ. എൻ്റെ പേര് രേഷ്മ. നമ്മുടെ ടാസ്ക് മന്ത്ര ഡാഷ്ബോർഡ് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. എന്തൊക്കെയാണ് നമ്മുടെ ഡാഷ്ബോർഡിൽ ഉള്ളത് എന്ന്. നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് നമ്മുടെ ഡാഷ്ബോർഡിൽ തന്നെ കാണാൻ സാധിക്കും. അതെന്തൊക്കെയാണ്, എവിടെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് നമ്മുടെ ടാസ്ക് മന്ത്ര ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഒരു ഇൻ്റർഫേസ് ആണിത്. ഇവിടെ സെൻറ്ററിൽ മുകളിലായിട്ട് പിങ്ക് ആൻഡ് ബ്ലൂ കളറിൽ കാണുന്നതാണ് നമ്മുടെ ടാസ്ക് മന്ത്രയുടെ ലോഗോ എന്ന് പറയുന്നത്. ഇൻവൈറ്റ് ഫ്രണ്ട്സ് എന്നുള്ളതാണ് നിങ്ങളുടെ ഫ്രീ രജിസ്ട്രേഷൻ ലിങ്ക്. നിങ്ങൾക്ക് ടാസ്ക് മന്ത്രയിലേക്ക് ആരെയെങ്കിലും ഇൻവൈറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ലിങ്ക് കോപ്പി ചെയ്ത് നിങ്ങളുടെ സോഷ്യൽ മീഡിയ വഴി അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിലൂടെ അവർക്ക് ഫ്രീ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം നമ്മളുടെ പ്ലാറ്റ്ഫോം അനലൈസ് ചെയ്യാനും അവർക്ക് സാധിക്കും. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 3 ലൈൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻട്രൊഡ്യൂസർ നമ്മളുടെ ഡീറ്റെയിൽസ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അവിടെ ഒരു ഡൗൺ ആരോ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. യൂസർ ID, യൂസർ നെയിം, മൈ ഇൻഫോ, മൈ KYC, മൈ ബാങ്ക് ഡീറ്റെയിൽസ്, മൈ സപ്പോർട്ട്, ഡിസാറ്റ് ടാക്സ് ഇൻവോയ്സ്, ലോഗൗട്ട്, ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് ഓപ്പൺ ആയി വരും. ഇവിടെ യൂസർ IDയും യൂസർ നെയിമും നമുക്ക് ടാസ്ക് മന്ത്രയിൽ യുണീക്ക് ആയിരിക്കും. അതിലെ മൈ ഇൻഫോയിൽ നമ്മളുടെ ഡീറ്റെയിൽസ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. മൈ ഇൻഫോ ഓപ്പൺ ചെയ്യുമ്പോൾ യൂസർ ഡീറ്റെയിൽസ്, നമ്മളുടെ യൂസർ നെയിം, നമ്മളുടെ ID, ഇമെയിൽ ID, മൊബൈൽ നമ്പർ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. സെയിം നമ്മളുടെ സ്പോൺസറുടെ ഡീറ്റെയിൽസും നമുക്കിവിടെ തന്നെ കാണാനായിട്ട് സാധിക്കും. അവരെ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ അവരുടെ മൊബൈൽ നമ്പറും അവിടെ തന്നെ ഉണ്ടാവും. നമ്മളുടെ യൂസർ സ്റ്റാറ്റസും അതുപോലെ ഗ്രിഡ് സ്റ്റാറ്റസും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മളുടെ KYC ബാങ്ക് ഡീറ്റെയിൽസ് എന്നാണ് വെരിഫൈഡ് ആയത് എന്നുള്ളതിൻ്റെ ഡേറ്റും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസും ഇവിടെ ഉണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് സപ്പോർട്ട് ടിക്കറ്റ് ഡീറ്റെയിൽസിൽ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ഇൻഫോയിൽ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുക. അതുപോലെ നമുക്ക് വാലറ്റ് ഓപ്പൺ ചെയ്യാതെ തന്നെ നമ്മളുടെ ബാങ്ക് ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസും ഡേറ്റും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് സക്സസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടിയ ഇൻകമാണ്. ഇനി പെൻഡിങ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഇൻകമാണ്. ഇത്രയുമാണ് മൈ ഇൻഫോയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇനി മൈ KYC എടുത്ത് നോക്കിയാൽ നിങ്ങൾ കൊടുത്ത KYCയുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഏത് KYC ഡീറ്റെയിൽസ് ആണോ നിങ്ങളവിടെ കൊടുത്തിരിക്കുന്നത് അതും നിങ്ങൾക്ക് എന്നാണോ അപ്രൂവ്ഡ് ആയിട്ടുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. സെയിം അതുപോലെ തന്നെ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ മൈ ബാങ്ക് ഡീറ്റെയിൽസിൽ കാണാനായിട്ട് സാധിക്കും. ഈ ഓപ്പൺ ആയി വരുന്ന നോട്ടീസ് നമുക്ക് ഓക്കെ കൊടുത്ത് ക്ലോസ് ചെയ്ത് വിടാം. ഇനിയും അടുത്തത് മൈ ബാങ്ക് ഡീറ്റെയിൽസിലും നിങ്ങളുടേതായിട്ടുള്ള ഡീറ്റെയിൽ കാണാൻ പറ്റും. അപ്രൂവ്ഡ് ആയിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ ഡേറ്റും കാണാം. ഇനിയും ഇല്ല, റിജക്റ്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കാരണവും അവിടെ തന്നെ കാണിക്കും. അത് നോക്കി നിങ്ങളത് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും. അടുത്തത് മൈ സപ്പോർട്ട്. മൈ സപ്പോർട്ടിൽ 2 ഓപ്ഷനാണ്, ഓൾട്ടർ മൈ ഡീറ്റെയിൽസ്, കോൺടാക്റ്റ് അസ്. ഇതിൽ ഓൾട്ടർ മൈ ഡീറ്റെയിൽസിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിലുകളെല്ലാം ആദ്യമുണ്ട്. അതുപോലെ ബാങ്ക് അപ്രൂവ്ഡ് സ്റ്റാറ്റസിൻ്റെ അവിടെയും KYC അപ്രൂവൽ സ്റ്റാറ്റസിൻ്റെ അവിടെയും 2 ടിക്ക് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ KYC ബാങ്ക് ഡീറ്റെയിൽ അപ്രൂവ് ആയി എന്നുള്ളതാണ് അർത്ഥം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇനിയും നിങ്ങൾക്ക് ചൂസ് സപ്പോർട്ട് റെക്കോർഡ് ഏരിയ എന്നുള്ളതിടത്ത് ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് സ്പെല്ലിംഗ് കറക്ഷൻ നിങ്ങളുടെ ഫസ്റ്റ് നെയിമിലും ലാസ്റ്റ് നെയിമിലും ഉണ്ട് എങ്കിൽ നിങ്ങൾക്കത് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നെയിം ഫുൾ ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ നമ്മളുടെ മൊബൈൽ നമ്പർ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇമെയിൽ ID നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കറൻറ്റ് ബാങ്ക് ഡീറ്റെയിൽസും നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മൈ സപ്പോർട്ടിൽ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുക. ഇനിയും രണ്ടാമത്തെ ഓപ്ഷനാണ് കോൺടാക്റ്റ് അസ് എന്ന് പറയുന്നത്. മൈ സപ്പോർട്ടിൽ കോൺടാക്റ്റ് അസ് എന്നുള്ളിടത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ റിപ്പോർട്ട് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് കമ്പനിയെ ആ ഇഷ്യൂ അറിയിക്കാനായിട്ട് സാധിക്കും. ഇതിൽ നിങ്ങളുടെ ഇമെയിൽ ID, നിങ്ങൾ ഏത് ഇമെയിൽ ID ആണോ ടാസ്ക് മന്ത്രയിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ കൊടുത്തത് ആ ഇമെയിൽ ID കൊടുക്കുക. അതുപോലെ യൂസർ ID, നിങ്ങളുടെ ID കൊടുക്കുക. ഇതിവിടെ റിപ്പോർട്ട് ഇഷ്യൂ എന്നുള്ളിടത്ത്
ചൂസ് ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ ടാസ്ക് അല്ലെങ്കിൽ ഡാഷ്ബോർഡ് സംബന്ധിക്കുന്ന ഇഷ്യൂ ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഇനി KYC വെരിഫിക്കേഷൻ്റെ ഇഷ്യൂ ആണെങ്കിൽ അത്, എന്തെങ്കിലും ബഗ്സ് റിപ്പോർട്ട് ചെയ്യാനാണെങ്കിൽ അങ്ങനെ, പേയ്മെൻറ്റ് ആൻഡ് ബാങ്ക് അതിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി റീഫണ്ട് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അതേഴ്സ്, ഈ അതേഴ്സ് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്താണോ ഇഷ്യൂ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഒരു പ്രൂഫ് കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഒരു സ്ക്രീൻ റെക്കോർഡഡ് വീഡിയോയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോയോ നിങ്ങൾക്കിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഐ ആം നോട്ട് എ റോബോട്ട് എന്നുള്ളിടത്ത് ടിക്ക് ചെയ്ത് കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. നിങ്ങളുടെ ഇഷ്യൂ നിങ്ങൾക്ക് തന്നെ ടാസ്ക് മന്ത്രയിൽ അറിയിക്കാനായിട്ട് പറ്റും. അടുത്തത് DSAT ടാക്സ് ഇൻവോയ്സ് ലോഗൗട്ട്. ഇത്രയും കഴിഞ്ഞ് നമ്മളുടെ മൈ ഡാഷ്ബോർഡിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് നോക്കാം. മൈ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഓരോ ബോക്സ് ആയിട്ടാവും ഓപ്പണായി വരിക. ഇതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് കാണുന്ന നെറ്റ് വർത്ത് എന്നുള്ളത് നിങ്ങളുടെ ടോട്ടൽ ഇൻകമാണ്. നിങ്ങൾ ടാസ്ക് മന്ത്രയിൽ ജോയിൻ ചെയ്ത് ഇപ്പോൾ വരയ്ക്കും നിങ്ങൾക്ക് എത്ര രൂപ ഏൺ ചെയ്തിട്ടുണ്ടോ അത്രയും ടോട്ടലാണ് നെറ്റ് വർത്തിൽ കാണിക്കുക. ഇവിടെ വർക്കിംഗ് ഇൻകം, GD കമ്മീഷൻ, സർപ്രൈസ് പോയിന്റ്, ഷോപ്പിംഗ് പോയിന്റ്സ്, ഈ 4 എണ്ണം കൂടി ചേർത്തായിരിക്കും നെറ്റ് വർത്ത് വരിക. രണ്ടാമത്തെ കോളമാണ് വർക്കിംഗ് ഇൻകം. വർക്കിംഗ് ഇൻകത്തിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്ത് കിട്ടിയ ഇൻകമാണ് കാണിക്കുക. അവിടെ നിങ്ങൾ ടാസ്കുകൾ ചെയ്തതാവാം, ഫ്രീ രജിസ്ട്രേഷൻ ചെയ്തതാകാം, ഇല്ലെങ്കിൽ ട്രെയിനിങ് സെഷൻസ് എടുത്തു കൊടുക്കുന്നതും നിങ്ങൾക്ക് വർക്കിംഗ് ഇൻകത്തിലാണ് കാണിക്കുക. അതിൻ്റെ പ്രീവിയസ് മന്തും കറൻറ്റ് മന്തും അവിടെ കാണാൻ സാധിക്കും. വർക്കിംഗ് ഇൻകം നിങ്ങൾക്ക് മന്ത് എൻഡിലായിരിക്കും ഡാഷ്ബോർഡിലേക്ക് ആഡ് ആവുക. ഇവിടെ വ്യൂ ബട്ടനെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് വർക്കിംഗ് ഇൻകം കിട്ടിയത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് കാണാനായിട്ട് സാധിക്കും. വ്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വാലറ്റ് ഓപ്പൺ ആയി വരും. അതിന് ഒരു പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നിങ്ങൾക്ക് നമ്മുടെ വാലറ്റിലേക്ക് കയറാനായിട്ട് സാധിക്കുക. ഇനി രണ്ടാമത്തെ കോളമാണ് GD കമ്മീഷൻ. അവിടെ നമ്മൾക്ക് കറൻറ്റ് മന്ത് ബാലൻസ് ഇത്രയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. GD കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകമാണ് GD കമ്മീഷനിൽ വരുന്നത്. അതിൻ്റെയും കറൻറ്റ് മന്തും ബാലൻസും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ വ്യൂ ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാണാനായിട്ട് പറ്റും. ടാസ്ക് വോളിയം എന്ന് പറയുന്നത് നിങ്ങൾ ടാസ്കുകൾ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയ ഇൻകമാണ് ടാസ്ക് വോളിയത്തിൽ ഉണ്ടാവുക. അവിടെയും കറൻറ്റ് മന്തും TV ബാലൻസും ഉണ്ടാവും. നിങ്ങൾ DSAT ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു 400 TV നമ്മുടെ ടാസ്ക് വോളിയത്തിൽ ഉണ്ടാവും. അത് കമ്പനി തന്നെ നമ്മൾക്ക് നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് ഇട്ട് തരുന്നതാണ്. സപ്പോർട്ട് TV സിസ്റ്റം വരുന്ന സമയത്ത് നമ്മൾക്ക് ഉപയോഗിക്കാനുള്ളതാണ് ആ പോയിൻറ്റ്സ്. അതുപോലെ യെസ്റ്റർഡേ TV, നിങ്ങൾക്ക് ഇന്നലെ എത്ര TV ആഡ് ആയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആണ് അവിടെ കാണുക. അത് കഴിഞ്ഞിട്ട് സർപ്രൈസ് പോയിൻ്റ് എന്ന് പറയുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമുക്ക് സർപ്രൈസ്ലി ആഡ് ആവുന്ന പോയിൻ്റാണ് സർപ്രൈസ് പോയിൻ്റ്. നിങ്ങൾ ടാസ്ക് മന്ത്രയിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ DSAT ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ID ജനറേറ്റ് ആവും. ആ സർപ്രൈസ് ID ജനറേറ്റ് ആയ ടൈം, നിങ്ങൾ ടാസ്ക് മന്ത്രയിൽ രജിസ്റ്റർ ചെയ്ത ടൈമിൻ്റെ സീനിയോറിറ്റി ബേസിലാണ് സർപ്രൈസ് പോയിൻ്റ് ആഡ് ആവുക. സർപ്രൈസ് പോയിൻ്റ് കിട്ടാനുള്ള ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മന്ത്ലി 10 ഡെയിലി ക്യൂസ് മാനിയ എങ്കിലും അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ് സർപ്രൈസ് പോയിൻ്റ് കിട്ടാനായിട്ടുള്ള ക്രൈറ്റീരിയ. അവിടെയും കറൻറ്റ് മന്തും പോയിൻ്റ് ബാലൻസും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനിയും ഷോപ്പിംഗ് പോയിൻ്റ്, നിങ്ങളുടെ ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പോയിൻ്റാണ് ഷോപ്പിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഈ ഷോപ്പിംഗ് പോയിൻ്റ് പല ഓഫേഴ്സ് വഴിയും നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഷോപ്പിംഗ് പോയിൻ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് DSAT ടെസ്റ്റ് ഒരാളെ അറ്റൻഡ് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. അവിടെയും കറൻറ്റ് മന്തും യൂസബിൾ ബാലൻസും നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനിയും കോംപ്ലിമെൻ്ററി പോയിൻ്റ്, നമ്മൾ ടാസ്ക് മന്ത്രയിൽ വരുന്ന സമയം DSAT
അറ്റൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന 1000 രൂപ 1000 കോംപ്ലിമെൻ്ററി പോയിൻ്റ് ആയിട്ട് നിങ്ങളുടെ ഡാഷ്ബോർഡിൽ തന്നെ കമ്പനി തിരികെ ഇട്ട് തരും. അതാണ് ഇവിടെ കാണുന്ന പോയിന്റ്. ഈ പോയിന്റ് വെച്ചിട്ട് 1000 രൂപയുടെ ഡിജിറ്റൽ മെറ്റീരിയൽസിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് പൈസ കൊടുക്കാതെ തന്നെ പോയിന്റ്സ് ഉപയോഗിച്ച് വാങ്ങാനായിട്ട് സാധിക്കും. അവിടെയും നിങ്ങൾ യൂസ്ഡ് പോയിന്റ്സും ഉപയോഗിച്ച പോയിന്റ്സും ബാലൻസ് പോയിന്റും നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഫോർകാസ്റ്റ് ഏണിങ്ങിൻ്റെ വ്യൂ എടുത്താൽ അവിടെ ഒരു കാൽക്കുലേറ്റർ ആണ് ഓപ്പൺ ആയി വരിക. നിങ്ങൾക്ക് നിലവിലുള്ള ടീം വെച്ചിട്ട് എത്ര രൂപ ആഴ്ചയിൽ ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു കാൽക്കുലേഷനാണ് ഫോർകാസ്റ്റ് ഏണിങ്ങിൽ കാണാനായിട്ട് സാധിക്കുക. ഏണിംഗ് കാൽക്കുലേറ്റർ നമ്മളുടെ 11 ലെവൽ ഗ്രിഡ് ഫില്ലാവുന്നതിനനുസരിച്ച് നമുക്ക് എത്ര രൂപ വരെ ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാനായിട്ട് നമുക്ക് പറ്റും. ഇവിടെ വ്യൂ ബട്ടൺ എടുത്തു കഴിഞ്ഞാൽ ഒരു കാൽക്കുലേറ്റർ നമുക്ക് ഓപ്പൺ ആയി വരും. അവിടെ 400 TV സിസ്റ്റം ഓപ്പൺ ചെയ്തിട്ട് നമ്മൾക്ക് എത്ര പേരാണോ നമ്മളുടെ ഗ്രിഡിലുള്ളത് ആ നമ്പർ സെലക്ട് ചെയ്ത് കൊടുത്ത് കാൽക്കുലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ടോട്ടൽ ഗോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്തത് മൈ സ്റ്റാറ്റിസ്റ്റിക്സ് റഫറൽസ്, ആക്റ്റീവ് റഫറൽസ്, അവൈറ്റിംഗ് പ്ലേസ്മെന്റ്, അവൈറ്റിംഗ് ടീം ലിസ്റ്റ്, വെയിറ്റിംഗ് ഫോർ ഡിസാറ്റ്. റഫറൽസിൽ നമ്മളുടെ ഇൻവൈറ്റ് ലിങ്ക് ഉപയോഗിച്ച് ടോട്ടൽ നമ്മൾക്ക് എത്ര റഫറൽസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുക. അവരുടെ ഡീറ്റെയിൽസും നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ആക്റ്റീവ് റഫറൽസ്, നിങ്ങളുടെ ഇൻവൈറ്റ് ലിങ്ക് ഉപയോഗിച്ച് ഫ്രീ രജിസ്റ്റർ ചെയ്തവർ എത്ര പേർ ഡിസാറ്റ് അറ്റൻഡ് ചെയ്ത് ആക്റ്റീവായി കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആക്റ്റീവ് റഫറൽസിൽ കാണിക്കുക. അവൈറ്റിംഗ് പ്ലേസ്മെന്റ്, നിങ്ങൾക്ക് ഡിസാറ്റ് അറ്റൻഡ് ചെയ്ത ആരെയെങ്കിലും നിങ്ങൾ ഗ്രിഡിൽ പ്ലേസ് ചെയ്യാൻ ഉണ്ട് എങ്കിൽ അവരെയാണ് അവൈറ്റിംഗ് പ്ലേസ്മെന്റ് ലിസ്റ്റിൽ കാണാനായിട്ട് സാധിക്കുക. അവൈറ്റിംഗ് ടീം ലിസ്റ്റ്, നിങ്ങളുടെ ടീമിലുള്ള ആരെങ്കിലും ഡിസാറ്റ് അറ്റൻഡ് ചെയ്ത് അവർക്ക് ഗ്രിഡിൽ പ്ലേസ്മെന്റ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 24 മണിക്കൂർ കഴിഞ്ഞ് അത് നിങ്ങളുടെ അവൈറ്റിംഗ് ടീം ലിസ്റ്റിൽ കാണാൻ സാധിക്കും. വെയിറ്റിംഗ് ഫോർ ഡിസാറ്റ് ടെസ്റ്റിന് ഫീസ് അടച്ച് ആരെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ട് എങ്കിലാണ് വെയിറ്റിംഗ് ഫോർ ഡിസാറ്റിൽ കാണാനായിട്ട് സാധിക്കുക. ഇനി ലെവൽ റിവ്യൂസ്, 3 ലെവൽ റിവ്യൂസ് നമ്മൾക്ക് നമ്മളുടെ ഡാഷ്ബോർഡിൽ കാണാനായിട്ട് സാധിക്കും. ഫസ്റ്റ് 3 ലെവൽ റിവ്യൂസ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഫസ്റ്റ് ലെവലിൽ നമുക്ക് 5 മെമ്പേഴ്സിനെ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. 5 മെമ്പേഴ്സും നമ്മുടെ ഗ്രിഡിൽ ഫില്ലായിട്ടുണ്ട് എങ്കിൽ ഇവിടെ 100% നമ്മൾക്ക് കാണിക്കും. സെക്കൻഡ് ലെവലിൽ നമുക്ക് 25 മെമ്പേഴ്സിനെ നമ്മുടെ ഗ്രിഡിൽ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. തേർഡ് ലെവലിൽ 125 മെമ്പേഴ്സിനെ നമ്മുടെ ഗ്രിഡിൽ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ 3 ലെവൽ ഗ്രിഡും നമ്മൾക്ക് ഫില്ല് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എങ്കിൽ നമ്മളുടെ 11 ടൈപ്പ് ഇൻകം കിട്ടാനുള്ള എലിജിബിൾ ആയി നിങ്ങൾ എന്നാണ് അർത്ഥം. മീറ്റിംഗ്സ് നമ്മൾ ഓപ്പൺ ചെയ്താൽ ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ ലിങ്ക്സ് നമുക്ക് നമ്മുടെ ഡാഷ്ബോർഡിൽ തന്നെ അവൈലബിൾ ആവും. മൈ അറ്റൻഡൻസിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്ത മീറ്റിംഗ് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ഏത് മീറ്റിംഗ് ആണോ അറ്റൻഡ് ചെയ്തത് അവിടെ മാർക്ക് അറ്റൻഡൻസ് കൊടുക്കുക. നിങ്ങൾ ഏത് പേരിലുള്ള നിങ്ങളുടെ ഗൂഗിൾ നെയിം കൊടുത്തിരിക്കുന്നത് ആ പേര് തന്നെ നിങ്ങൾ ഫസ്റ്റ് നെയിം ആയിട്ട് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ ഗൂഗിൾ നെയിമിൻ്റെ ലാസ്റ്റ് നെയിം തന്നെ നിങ്ങൾ മാർക്ക് ചെയ്യുക. ഏത് ID വെച്ചിട്ടാണോ നിങ്ങൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തത് അതേ ഇമെയിൽ ID തന്നെ നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ മീറ്റിങ്ങിൻ്റെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ചെക്ക് കൊടുത്തതിന് ശേഷം നിങ്ങൾ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ മാർക്ക് അറ്റൻഡൻസ് എന്ന് പറഞ്ഞ് കാണും. നിങ്ങൾ അറ്റൻഡ് ചെയ്ത ടൈം ഡ്യൂറേഷനും നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. മാർക്ക് അറ്റൻഡൻസ് കൊടുക്കുക. നിങ്ങൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ എത്ര നേരമാണോ ആ മീറ്റിങ്ങിൽ ഉണ്ടായതെന്ന ടൈം നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അടുത്തത് മൈ എൻഗേജ്മെന്റ് ഫോം ഓപ്പൺ ആക്കുമ്പോൾ നമ്മളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ
ലോഗോസ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ എങ്ങനെയാണ് എൻഗേജ്മെന്റ് ഫോം ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ നിങ്ങൾക്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി പഠിച്ചതിന് ശേഷം എൻഗേജ്മെന്റ് ഫോം നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. മൈ ടാസ്കിൽ നമ്മൾ ടാസ്കുകൾ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഉള്ളത്. ഡു ടാസ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെയുള്ള വർക്കുകൾ നിങ്ങൾക്ക് ഓപ്പൺ ആയി വരും. അതിനു മുന്നേ നിങ്ങൾ ഒരു ക്വിസ് മാനിയ അറ്റൻഡ് ചെയ്തിരിക്കണം. ഒരു ഗേറ്റ് ആണത്. ഓക്കെ, ക്വിസ് മാനിയ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ കൊടുക്കുക, ലെറ്റ്സ് പ്ലേ കൊടുക്കുക. ഓപ്പൺ ആയി വരുന്ന സമയം ഒരു 5 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ബാക്ക് ടു ബാക്ക് വരും. നിങ്ങളത് കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുക. ടെസ്റ്റ് ദ വാലിഡിറ്റി ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ്. നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ആൻസർ മാർക്ക് ചെയ്ത് കൊടുക്കാം. എ വയർലെസ് നെറ്റ്വർക്ക് യൂസ് ഡാഷ് വേവ്സ് ടു ട്രാൻസ്മിറ്റ് സിഗ്നൽസ്. ആൻസർ കറക്റ്റ് ആണെങ്കിൽ ഗ്രീൻ കളറിൽ അവിടെ മാർക്കാവും, ഇല്ല എങ്കിൽ റെഡ് കളറിൽ മാർക്കാവും. ദ ഡിജിറ്റൽ സിസ്റ്റം യൂഷ്വലി ഓപ്പറേറ്റഡ് ഓൺ ഡാഷ് സിസ്റ്റം. ബൈനറി സിസ്റ്റം. ഓക്കെ. Fourth question, which of the following allow you to select more than one slide in a presentation? Okay. Fifth one, what is the role of system utilizes software? Optimize and manage computer preference. Okay, നമ്മൾ 5 ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തു. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളതിന് പോയിന്റ്സ് വരും, ഇല്ലാത്തതിന് 0 ആയിരിക്കും കാണിക്കുക. ഇവിടെ നിങ്ങളുടെ ഈ പോയിന്റ്സ് ഒരു ഏണിങ്സിലേക്ക് മാറുന്നില്ല. പകരം നിങ്ങൾക്ക് ടാസ്കുകളിലേക്ക് കടക്കാനുള്ള ഒരു ഗേറ്റ് വേ ആണ് ഈ ക്വിസ് മാനിയ. ഇവിടെ നിങ്ങളുടെ ടാസ്കുകൾ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. പേഴ്സണലൈസ് ടാസ്ക്, ടുഡേയ്സ് ടാസ്ക്, ഡൈനാമിക് ടാസ്ക്, ആഡ് ടാസ്ക്, ആഡ് ക്വസ്റ്റ്യൻ, വെരിഫൈ ആൻഡ് എൻഡ്, റിപ്പോർട്ട് ആൻഡ് എൻഡ്, സോഷ്യൽ മീഡിയ ടാസ്ക്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടാസ്കുകൾ സെലക്ട് ചെയ്ത് ചെയ്യുവാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇനിയും നിങ്ങൾ ചെയ്ത ടാസ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ട്, നിങ്ങളുടെ പോയിന്റ്സ് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ടാസ്ക് ഹിസ്റ്ററി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ ടാസ്കുകളുടെയും ഹിസ്റ്ററി കാണിക്കും. ഇനി മൈ ഗ്രിഡിൽ നമ്മൾക്ക് സ്മാർട്ട് ഗ്രിഡ് എന്നുള്ള ഓപ്ഷൻ എടുത്താൽ നമ്മളുടെ ഇൻവൈറ്റ് ലിങ്ക് ഉപയോഗിച്ച് എത്ര പേരെ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഇനിയും നിങ്ങൾക്ക് പുതിയതായി ഒരാൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് വന്നിട്ടുണ്ട് എങ്കിൽ അവരെ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാൻ നിങ്ങൾക്ക് നെക്സ്റ്റ് യൂസർ എന്നുള്ള ഒരു ഓപ്ഷൻ അവിടെ നിങ്ങൾക്ക് വരും. ആ നെക്സ്റ്റ് യൂസർ എന്നുള്ള കോളത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള ലെവലും ആ മെമ്പറിൻ്റെ പേരും ഒക്കെ എഴുതാനുള്ള കോളംസ് നിങ്ങൾക്ക് ഓപ്പൺ ആയി വരും. സെലക്ട് ദ മെമ്പർ ടു പ്ലേസ് എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിൽ സെലക്ട് ദ മെമ്പർ ടു പ്ലേസ് എന്നുള്ളത് അടുത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആരെയാണോ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യേണ്ടത് അവരുടെ പേര് ഓട്ടോമാറ്റിക്കലി അവിടെ ഫില്ലാവും. അവരെ എൻ്റർ ഇൻ ടു ഗ്രിഡ് എന്ന ഓപ്ഷനിൽ കൊടുത്തു കഴിയുമ്പോൾ അവർ നിങ്ങളുടെ ഗ്രിഡിൽ പ്ലേസ് ആയിട്ടുണ്ടാവും. മൈ വാലറ്റിൽ നമ്മളൊരു പാസ്വേഡ് ഫസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഗ്ലാപ്പോട്ട് കൂപ്പൺ കാണാം, അതുപോലെ ഇൻസെൻറ്റീവ് സമ്മറി, നമ്മളുടെ ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റിൻ്റെ സമ്മറി നമുക്ക് കാണാനായിട്ട് സാധിക്കും. എല്ലാ ഡീറ്റെയിൽസും ഈ ഇൻസെൻറ്റീവ് സമ്മറിയിൽ ഉണ്ടാവും. അതുപോലെ മൈ ഇ ട്രാൻസ്ഫർ, നമുക്ക് ഒരാളെ ഡിസാറ്റ് അറ്റൻഡ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യിക്കാനായിട്ട് പറ്റും. നമ്മുടെ വാലറ്റിൻ്റെ പാസ്വേഡ് നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കുക, അതുപോലെ തന്നെ അത് സീക്രട്ട് ആയിട്ട് വെക്കുകയും ചെയ്യുക. മൈ വാലറ്റ് ഓപ്പൺ ആക്കുക, എൻ്റർ ഇൻ ടു വാലറ്റ്. അതുപോലെ TV ബാലൻസ് നിങ്ങൾക്ക് അവിടെ കാണിക്കും. സർപ്രൈസ് പോയിൻ്റ്, ഷോപ്പിംഗ് പോയിൻ്റ്. ഈ ഷോപ്പിംഗ് പോയിൻ്റ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ട് എത്ര പേരെ വേണമെങ്കിലും ഡിസാറ്റ് അറ്റൻഡ് ചെയ്യിക്കാം. 1060 രൂപ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസാറ്റ് ടെസ്റ്റ് ഒരാളെ ഈ ഷോപ്പിംഗ് പോയിൻ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തുകൊണ്ട്
അറ്റൻഡ് ചെയ്യിക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ യൂസർ നെയിം, യൂസർ ID ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആർക്കാണോ നിങ്ങൾക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ടത് അവരുടെ. അതുപോലെ പോയിൻറ്റ്സ് റെക്കോർഡ് ഫോർ ദി യൂസർ 1000. എഗെയിൻ നിങ്ങൾ 1000 ആഡ് ചെയ്ത് കൊടുക്കുക. ട്രാൻസ്ഫർ ചാർജും പ്രോസസ്സിംഗ് ചാർജും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് കണ്ടിന്യൂ കൊടുത്ത് നിങ്ങൾക്ക് TV ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്തത് മൈ പേയ്മെൻറ്റ് നിങ്ങൾ എടുക്കുക. അവിടെയും നിങ്ങൾ വാലറ്റ് പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് എത്ര രൂപയാണോ മന്തിൽ കിട്ടിയിട്ടുള്ളത് അതിൻ്റെ പ്രോസസ്സിംഗ് ചാർജ് കട്ട് ചെയ്തിട്ട് ബാക്കി എമൗണ്ട് നിങ്ങൾക്ക് അവിടെ കാണിക്കും. ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇവിടെ സക്സസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വന്നിട്ടുള്ള ഇൻകമാണ്. പെൻഡിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഇൻകമാണ്. വാലറ്റ് ലോഗൗട്ട്. ഇനി സർട്ടിഫിക്കറ്റ് മാനേജറിൽ നമ്മളുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സർട്ടിഫിക്കറ്റ് മാനേജർ മൈ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് വ്യൂ സർട്ടിഫിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്തത് നിങ്ങൾക്ക് മൈ ഓർഡർ. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മൈ ഓർഡറിൽ അത് കാണാനായിട്ട് സാധിക്കും. എൻറോൾ എ ന്യൂ മെമ്പർ അവിടെ ചെയ്താൽ നിങ്ങളുടെ ഇൻവൈറ്റ് ലിങ്ക് ഒരാൾക്ക് സെൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ ഓപ്പൺ ആയി വരുന്നത് ആ പേജ് ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് വരിക. ഇവിടെ നിങ്ങൾക്ക് ഒരാൾക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യിച്ച് കൊടുക്കാനായിട്ട് സാധിക്കും. ബിക്കം എ ക്രിയേറ്റർ. അതുപോലെ ഡിജിറ്റൽ പ്രോഡക്ട്സിൽ നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് കോംപ്ലിമെൻ്ററി പോയിൻ്റ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ 6 to 12th അവരുടെ ക്ലാസ് നോട്ട്സും അതുപോലെ അവരുടെ സിലബസും നമുക്ക് അവൈലബിൾ ആണ്. എക്സാം പിക്സ്, എഡ്യൂപിക്സ് ഇതെല്ലാം നമ്മുടെ ടാസ്ക് മന്ത്രയുടെ തന്നെയാണ്. ഇതൊക്കെ നമുക്ക് കോംപ്ലിമെൻ്ററി പോയിൻ്റ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ആനിമേഷൻ വീഡിയോസും അതിൻ്റെ നോട്ട്സും എല്ലാം അവൈലബിൾ ആണ്. കിഡ്സിൻ്റെ ആക്ടിവിറ്റി ബണ്ടിൽസ്, ക്യാൻവ പോലെയുള്ള ആപ്പുകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഡാഷ്ബോർഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഓക്കെ, താങ്ക് യു.